മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ തിബിയാൻ എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ട്. തിബിയാൻ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥലമാണ്. അതിൽ മുസ്ലിങ്ങളായ കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ ഇസ്ലാമികപരമായ അടിത്തറയിൽ നിന്നുകൊണ്ട് മറ്റ് ഭൗതികമായ വിഷയങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന ഇടാണ് ഈ തിബിയാൻ. അതുപോലുള്ള പ്രീ KG സെഷൻ മുതൽ തുടങ്ങുന്ന സ്ഥാപനങ്ങളൊക്കെ. അപ്പൊ അവിടെ പഠിപ്പിക്കുന്ന ടീച്ചർ എന്ത് ചെയ്തു, പാരന്റ്സിനൊരു മെസ്സേജ് അയച്ചു. എന്താണ് ആ മെസ്സേജ്? അതിലൊരു വർഗീയ സംസാരവും എനിക്ക് ആ മെസ്സേജിൽ ഫീൽ ചെയ്തിട്ടില്ല. മതേതര ബോധ്യമുള്ള ഒരു മനുഷ്യനത് ഫീൽ ചെയ്യില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ആ മെസ്സേജിലുള്ളത്? മുസ്ലിംകളായ ആളുകൾ നമുക്ക് ഓണം ആഘോഷിക്കൽ അത് ശിർക്കായി വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഓണപ്പൂക്കളം ഇടാനും ഓണത്തിനും നമ്മൾ മുതിരേണ്ടതില്ലല്ലോ അല്ലേ എന്ന് മാന്യമായി ആ ടീച്ചർ പറഞ്ഞതിന്റെ പേരിൽ അവർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുക, അല്ലെങ്കിൽ അവരുടെ ജോലി നിഷേധിക്കുക, അവരെ സസ്പെൻഡ് ചെയ്യാന്നൊക്കെ പറയുന്നത് ശരിക്കും ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടനയുടെ കഴുത്തിൽ കത്തിവെക്കലാണ്. ഭരണഘടന എത്രമേൽ കൃത്യമായി നമുക്കതിനുള്ള അവകാശം തരുന്നുണ്ട്. ഫ്രീഡം ടു പ്രൊഫസ്, ഫ്രീഡം ടു പ്രാക്ടീസ്, ഫ്രീഡം ടു പ്രൊപ്പഗേറ്റ് റിലീജിയൻ. മതം പറയാൻ, മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും കൃത്യമായി നമുക്ക് കാണിച്ചു തരുന്ന അങ്ങനെ ഒരു ഭരണഘടനയുള്ള നാട്ടിൽ നിന്നുകൊണ്ട് എന്റെ മതത്തെക്കുറിച്ച് പറയുമ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ മുതിരുന്നുവെങ്കിൽ അതെന്റെ ഭരണഘടനയുടെ കഴുത്തിൽ കത്തിവെക്കൽ തന്നെയാണ്. ഇനി ഇത് വർഗീയ പരാമർശമാണെങ്കിൽ ഇതിലെന്ത് വർഗീയത എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് എന്റെ മതവും കൊണ്ട് നടക്കാനുള്ള അവകാശമില്ലേ? ഇതിലെന്ത് വർഗീയതയുള്ളത്? അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോ കുറച്ച് ദിവസം 3-4 ദിവസമായിട്ടുള്ളൂ ഒരു മുസ്ലിം പേരുള്ള മുസ്ലിം നാമധാരിയായ ഒരു പെൺകുട്ടി ഗുരുവായൂർ അമ്പലത്തിലേക്ക് കടന്നു ചെന്ന് അവിടുത്തെ കുളത്തിൽ എന്തോ റീൽസ് ചെയ്തു തിരിച്ചവര് വരികയാണ്. എന്താ സംഭവിച്ചത്? ഒരു ദിവസം കൃത്യമായി ഗുരുവായൂർ അമ്പലം അടച്ചിട്ടു, ശുദ്ധികലശം നടത്തി. അപ്പൊ ശരിക്കും നമ്മൾ പറയണ്ടേ ഇതിലും വർഗീയതയില്ലേ? നമ്മൾ അങ്ങനെ പറയാൻ പോയില്ല. കാരണം എന്താ? ഓരോ മതസ്ഥർക്കും അവരവരുടേതായ ആചാരങ്ങളുണ്ട്. ആ ആചാരങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് പരസ്പരം ബഹുമാനിച്ചും സ്നേഹിച്ചും ജീവിക്കലാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര. അല്ലാതെ ഓരോരുത്തരുടെയും ആചാരങ്ങളെ കടമെടുക്കലല്ല. ഇപ്പൊ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. നിങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആചാരങ്ങളെ കടമെടുത്താൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ ഈ ആചാരങ്ങൾ കടമെടുക്കാതെയുള്ള സന്തോഷം പങ്കിടലൊക്കെ പണ്ട് മുതലേ നമ്മുടെ നാട്ടിലുണ്ട്. സ്വഹാബത്തിന്റെ കാലം മുതലേ ഉണ്ട് അതൊക്കെ ഇല്ലേ? നമ്മുടെ വീട്ടിൽ ഇപ്പൊ പെരുന്നാളാകുമ്പോ നമ്മൾ നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അയൽപക്കത്തുള്ള ഹൈന്ദവനും ക്രൈസ്തവനും ഒക്കെ കൊടുക്കാറുണ്ട്. അവരുടെ ഓണത്തിന് നല്ല പായസവും നല്ല സദ്യയും അവരും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരാറുണ്ട്. ഇതിനൊക്കെ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇവിടെ മാനുഷികമായ പരിഗണന പരസ്പരം വേണം എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ അവൻ ഏത് മതസ്ഥനാണെങ്കിലും നീ വയറു നിറയെ ഭക്ഷണം കഴിച്ചാൽ നീ യഥാർത്ഥ മുസൽമാൻ പോലും അല്ല എന്ന് പഠിപ്പിച്ച സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളാണ് നമ്മൾ. പക്ഷെ നമ്മൾ ഇവിടെ നിന്നൊക്കെ വിട്ട്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുറച്ച് എക്സ്ട്രീം ലെവലിലേക്ക് നമ്മൾ പോയില്ലേ. ഇപ്പൊ അവരാണോ ഓണം ആഘോഷിക്കുന്നത്, നമ്മളാണോ ഓണം ആഘോഷിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കോലത്തിലായി പോയി. അതാണ് ഞാൻ പറഞ്ഞത്, മതേതരത്വം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ആചാരങ്ങൾ കടമെടുക്കലല്ല. മറ്റുള്ളവരുടെ ആചാരങ്ങൾ കടമെടുക്കലല്ല മതേതരത്വം. എനിക്ക് എന്റേതായ ആചാരങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ ആചാരങ്ങളുണ്ട്. ഈ ആചാരങ്ങൾ അനുഷ്ഠിക്കാനുള്ള സൗകര്യങ്ങൾ പരസ്പരം ചെയ്തു കൊടുക്കാനുള്ള സന്നദ്ധതയാണ് യഥാർത്ഥത്തിൽ മതേതരത്വം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പൊ എന്റെ വീടിന്റെ അടുത്തുള്ള പ്രസാദേട്ടൻ എന്നോട് വിളിച്ചിട്ട് പറയാണ്, ഷാഫി നീ വരുമ്പോ കുറച്ച് പൂ മേടിച്ചുകൊണ്ട് വരും എന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ചു കൊടുക്കും, ഒരു കുഴപ്പം എനിക്കില്ല. ഞാൻ എന്റെ വീട്ടിൽ പൂക്കളം ഇടാതിരുന്നാൽ മതി. ഇതൊന്നും വർഗീയതയല്ലേ? എനിക്ക് എന്റെ മതം പറയാനുള്ള അവകാശം ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടന അനുവദിച്ച് തന്നതാണ് ഇല്ലേ? ഇപ്പൊ ചില ആളുകൾ അങ്ങനെയാണ് തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഇവിടുന്ന് രാവിലെ പോയി ക്ഷേത്രത്തിൽ പൂജ നടത്തുക, അവിടുത്തെ പൂജാരി ഇവിടെ വന്ന് ഖുതുബ ഓതുക, അങ്ങനെയാണോ വേണ്ടത്? നമുക്ക് നമ്മുടെ മതവും അവർക്ക് അവരുടെ മതവും ഇല്ലേ? ഇല്ലേ? ഇപ്പോ നിങ്ങൾ പൂക്കളം ഇടുന്നത് കൊണ്ടല്ല, ഞാൻ ആ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. പൂക്കളം ഇടാൻ വേണ്ടി എല്ലാവരും ചെയ്യാറാണ്. നമ്മളതിന് ഇങ്ങനെ പൈസ കൊടുക്കണം. എന്തീ പൂക്കളം? ഈ ഓണവുമായി ബന്ധപ്പെട്ടല്ലാത്ത സമയത്ത് നിങ്ങൾ വല്ല പൂക്കളം ഇടുന്നുണ്ടോ? ഇല്ല, ഓണത്തിന് ഇടുന്നുള്ളൂ. അപ്പൊ എന്തോ ഒരു സംഗതി അവിടെ വരുന്നുണ്ട്. ഇതിന്റെ പിന്നിലുള്ള ഐതിഹ്യം എന്താണ്? ഇതൊരു ഹൈന്ദവ മതവുമായി ബന്ധപ്പെട്ട ആചാരമാണ്. അല്ലാന്ന് നിങ്ങൾ എത്ര സമർത്ഥിക്കാൻ ശ്രമിച്ചാലും ഇത് അങ്ങനെയുള്ളൊരു ആചാരം തന്നെയാണ്. അത് യഥാർത്ഥ ഹിന്ദു മതവിശ്വാസികളോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി, അവര് പറഞ്ഞുതരും. എന്നാൽ ഈ പൂക്കളത്തിന്റെ പിന്നിലുള്ള ഐതിഹ്യം എന്താണ്? ഇല്ലേ, സ്വന്തം വീടിന്റെ മുമ്പിൽ പൂക്കളം ഇടാൻ കാരണമാകുന്നതിനുള്ള അതിന്റെ പിന്നിലുള്ള ഐതിഹ്യം. പല ആളുകൾക്കും തൃക്കാക്കര അപ്പനെ ദർശിക്കാൻ തൃക്കാക്കര വരെ വരാൻ പറ്റുന്നില്ല, ദൂരം കൂടുതലാണ്. അപ്പൊ അവിടുന്ന് ദേവന്റെ അരുളപ്പാടുണ്ട്, നിങ്ങൾ വീടിന്റെ മുമ്പിൽ പൂക്കളമിട്ട് എന്നെ പ്രതിഷ്ഠിച്ച് നിങ്ങൾ ആരാധിച്ചാൽ മതി, എന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. അപ്പൊ ഇത് പ്രതീക്ഷിച്ചിട്ടാണ് പൂക്കളം ഇടുന്നത് ഹൈന്ദവ മതവിശ്വാസികൾ. അപ്പൊ നമ്മൾ വീട്ടിൽ പൂക്കളം ഇട്ടിട്ട് ഇതൊക്കെ നമ്മുടെ തൗഹീദിനെ ബാധിക്കുന്ന സംഗതികളാണ്. നമുക്ക് ശിർക്കെന്താണെന്ന് അറിയാനും പാടില്ല, ശിർക്കല്ലാത്തതിനൊക്കെ പിടിച്ച് ശിർക്കാക്കുകയും ചെയ്യും. നമ്മൾ പിന്നെ അങ്ങനത്തെ കുറെ ആളുകളാണ്. അള്ളാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ.
അപ്പൊ മാനുഷികമായ ഉള്ളവരാണ് നമ്മൾ. ആ മാനുഷികമായ പരിഗണന ഉണ്ടായിരിക്കും, എല്ലാവരെയും ചേർത്ത് പിടിക്കണം. പക്ഷെ പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ലക്കും ദീനുക്കും വലിയ ദീൻ. അവർക്ക് അവരുടെ മതം, നമുക്ക് നമ്മുടെ മതം. ഇത്രയേ ഉള്ളൂ. ഇതാണ് മതേതരത്തിന്റെ ഏറ്റവും വലിയ ക്യാപ്ഷൻ എന്ന് പറയുന്നത്. ഇത് തന്നെ കൊടുക്കുന്ന ഫ്രണ്ടില്. അവർക്ക് അവരുടെ മതം, നമുക്ക് നമ്മുടെ മതം. അവരുടെ മതകാര്യങ്ങളിലേക്ക് ഇന്റർഫിയർ ചെയ്യാൻ നമ്മൾ പോകണ്ട. നമ്മൾ ഒരു അമ്പലത്തിന്റെയും കുളത്തിലേക്ക് നമ്മൾ പോകണ്ട. അവരുടെ ആരാധനാ കാര്യങ്ങളിൽ പോയി നമ്മൾ തലയിടണ്ട. അത് അവരുടെ സ്വാതന്ത്ര്യം. നമ്മുടെ ആരാധനകളിൽ അവരും തലയിടേണ്ട. പക്ഷെ മനുഷ്യൻ എന്ന നിലക്ക് പരസ്പരം ചേർത്ത് പിടിച്ച് സഹോദരങ്ങളെ പോലെ ഒന്നിച്ചൊരുമിച്ച് മനുഷ്യരായി നിൽക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് ഈ രാജ്യത്തിന്റെ യശസ് വീണ്ടും വർദ്ധിക്കുക. ആ മനുഷ്യത്വത്തെ തകർത്ത് കളയാനാണ് ഇവിടെ പല ആളുകളും ശ്രമിക്കുന്നത്.